എറണാകുളം സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ വൻ തീപിടുത്തത്തിന് പിന്നാലെ നെടുമ്പാശ്ശേരിയിലും വലിയ രീതിയിലുള്ള അഗ്നിബാധയായിരുന്നു ഉണ്ടായത്. നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിന് സമീപം ഹോട്ടലിലെ പാർക്കിംഗ് ഏരിയയിലുണ്ടായ തീപിടുത്തത്തിൽ വാഹനങ്ങൾ കത്തിനശിച്ചു. സൗത്ത് റെയിൽവേ പാലത്തിന് സമീപത്തെ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കിയതോടെയാണ് നെടുമ്പാശ്ശേരി ആപ്പിൾ റെസിഡൻസിയിലെ തീപിടുത്ത വാർത്തയും പുറത്തുവന്നത്. അതേസമയം സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപം വലിയ തീപിടുത്തമായിരുന്നു ഉണ്ടായത്. സമീപത്തെ ആക്രി ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിൽ റെയിൽവേ ട്രാക്കിന് സമീപത്തേക്കും തീ പടർന്നുപിടിച്ചു. ഇതോടെ ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചിരുന്നുവെങ്കിലും 2 മണിക്കൂറിന് ശേഷം പുനഃസ്ഥാപിച്ചു. ആലപ്പുഴ വഴിയുള്ള ട്രെയിൻ ഗതാഗതമായിരുന്നു താൽക്കാലികമായി നിർത്തിവച്ചത്. ഞായറാഴ്ച 1 മണിയോടെയായിരുന്നു തീപിടുത്തം ഉണ്ടായത്. അഗ്നിബാധയെ തുടർന്ന് ഗോഡൌണിലുണ്ടായിരുന്ന 12 ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതായി അധികൃതർ അറിയിച്ചു. ഗോഡൌണിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. വിവിധ ഫയർഫോഴ്സ് യൂണിറ്റുകളും പോലീസും സ്ഥലത്തെത്തി 4 മണിക്കൂറോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളെ പെട്ടെന്ന് ഒഴിപ്പിക്കാനായത് വലിയ ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചു. വലിയ രീതിയിൽ തീപിടിക്കുന്ന നിരവധി വസ്തുക്കൾ ആക്രി ഗോഡൌണിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല, സമീപത്തെല്ലാം ജനവാസ മേഖലയുമായിരുന്നു. വനിതാ ഹോസ്റ്റൽ, അപ്പാർട്ട്മെന്റുകൾ, വീടുകൾ എന്നിവയെല്ലാം സമീപത്ത് തന്നെയായിരുന്നു. നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 15 യൂണിറ്റ് ഫയർഫോഴ്സാണ് സംഭവ സ്ഥലത്തെത്തിയത്. സമീപത്തെ വൈദ്യുതി ലൈനിലേക്കും തീ പടർന്നിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും ഇതിന് ഫയർ ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്ന് അധികൃതർ പറഞ്ഞു. സിനിമാ നിർമ്മാതാവ് രാജു ഗോപിയുടെ ഉടമസ്ഥതയിലുള്ള ആക്രി ഗോഡൌണിനാണ് തീപിടിച്ചത്. ഗോഡൌണിനകത്ത് തൊഴിലാളികൾ ഉണ്ടായിരുന്നത് ആശങ്കയുണ്ടാക്കിയെങ്കിലും പോലീസും അഗ്നിരക്ഷാസേനയും സമയോചിത ഇടപെടൽ നടത്തി എല്ലാവരെയും രക്ഷപ്പെടുത്തി. ഗോഡൌണിന് പിൻവശത്തു നിന്നാണ് തീ പടർന്നതെന്ന് കൊച്ചി ACP രാജ്കുമാർ പറഞ്ഞു. എങ്ങനെയാണ് തീപിടുത്തമുണ്ടായതെന്ന് വ്യക്തമല്ലെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിന് സമീപത്തെ ആപ്പിൾ റെസിഡൻസിയിൽ അർദ്ധരാത്രിയോടെയാണ് തീപിടുത്തമുണ്ടായത്. കാർ പാർക്കിംഗ് ഏരിയയിലുണ്ടായ അഗ്നിബാധയിൽ ഒരു കാർ പൂർണ്ണമായും തന്നെ കത്തി നശിക്കുകയായിരുന്നു. ആളപായം സംഭവിച്ചിട്ടില്ല. അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു.